ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തിനെ ബഹുമാനത്തോടെ അല്ലാതെ ഇത്രയും കാലം ആളുകൾ നോക്കി കണ്ടിട്ടില്ല. പക്ഷെ അത് ഇല്ലാണ്ടാക്കിയല്ലോ നീ. ഇനി എന്തൊക്കെ അനുഭവിക്കണം ഞങ്ങള്. തിരുമേനി, നിങ്ങൾ ഈ ഇരിപ്പിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഞങ്ങളെ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കണം. ഒരു കുറ്റവും ചെയ്യാത്ത എന്റെ മോളെയല്ലേ സാറ് പിടിച്ചകത്തിട്ടിരിക്കുന്നത്. അതും കണ്ടുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാ പോവുക? തെളിവുണ്ടെന്ന് സാറ് പറയുന്നതല്ലാതെ തെളിവ് എന്താണെന്ന് സാർ പറയുന്നില്ലല്ലോ. അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ അതെന്താണെന്ന് സാറ് ഞങ്ങളോടൊന്ന് പറഞ്ഞാ അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട പിന്നെ ഒരു നിമിഷം പോലും ഈ സ്റ്റേഷന് വരാൻ ഞങ്ങൾ ഉണ്ടാവില്ല. അവിടെ കുറ്റക്കാരിയാണെന്ന് ബോധ്യപ്പെട്ട പിന്നെ സാറിന്റെ കാല് ഞങ്ങൾ പിടിക്കില്ല. ഉറപ്പാണോ? ഞാൻ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. പറഞ്ഞ വാക്ക് മാറ്റില്ല. എങ്കിലേ ഇതൊന്ന് കണ്ടു നോക്ക. ഈ വീഡിയോയിൽ കാണുന്ന ഇവർ രണ്ടുപേരുമാണ് കുറ്റക്കാർ. ഇവരാ രാധിക വെള്ളച്ചാട്ടത്തിൽ വീഴാനുള്ള കാരണം. എന്തുകൊണ്ട് പ്രിയങ്ക അന്ന് മാത്രം ഷൂട്ടിംഗ് കാണാൻ പോയി? എന്തിനു പ്രിയങ്ക അവർക്ക് രണ്ടുപേർക്കും പണം കൊടുത്തു? അതിനുള്ള ഉത്തരം തിരുമേനി പറയണം. നിരപരാധിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ മകൾ പണം കൊടുത്ത ആളുകളെ സ്വാധീനിച്ച് ബോധപൂർവം അപകടം ഉണ്ടാക്കുകയായിരുന്നു. ഇതിൽ കൂടുതൽ എന്ത് തെളിവുകളാ തിരുമേനിക്ക് തരേണ്ടത്? ഒന്നും വേണ്ട സർ, ഞാൻ ഇനി ഇവിടെ ഇരിക്കില്ല, തിരിച്ചു പോയിക്കോളാം. പക്ഷെ പോകുന്നതിന് മുമ്പ് എനിക്കെന്റെ മോളെ അല്ല ആ കുറ്റവാളി ഒന്ന് കാണണം. അതിന് സാറിനെ അനുവദിക്കണം. അച്ഛാ, അച്ഛാ, അമ്മേ, അച്ഛാ, എന്നെ കൊണ്ടുവന്ന് സമ്മതിച്ചോ? വിടാന്ന് പറഞ്ഞു സിഐ വിട്ടാലും നിന്നെ കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? അപ്പൊ പിന്നെ നീ അന്ന് ഷൂട്ടിങ്ങിന് പോയത് എന്തിനാ? അവിടെയുള്ള രണ്ടുപേർക്ക് നീ പണം കൊടുത്തത് എന്തിനാ? പറടി, എന്തിനായിരുന്നു നീ അവർക്ക് പണം കൊടുത്തത്? രാധിക മോളെ ചതിച്ചവർക്ക് നീ പണം കൊടുത്തത് എന്തിനായിരുന്നു? അതമ്മേ. വേണ്ട, ഇനി ഒന്നും നീ പറയണ്ട. നിന്റെ ഭാഗത്ത് ചെറിയ തെറ്റൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ ഇത്രയും ക്രൂരത പാടില്ല. എന്തിനാ നീ രാധികയെ മാത്രം കൊല്ലാൻ ആഗ്രഹിച്ചത്? ഞങ്ങളുണ്ടായിരുന്നല്ലോ ബാക്കി. ഞങ്ങളും നിന്റെ യോഗ്യതയ്ക്ക് ചേരാത്തവരല്ലേ? എല്ലാവരും ഒന്നിച്ചങ്ങ് കൊല്ലാമായിരുന്നില്ലേ? ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തിനെ ബഹുമാനത്തോടെ അല്ലാതെ ഇത്രയും കാലം ആളുകൾ നോക്കി കണ്ടിട്ടില്ല. പക്ഷെ അത് ഇല്ലാണ്ടാക്കിയല്ലോ നീ. ഇനി എന്തൊക്കെ അനുഭവിക്കണം ഞങ്ങള്. യശോദേ, നമുക്ക് പോവാം. ഇനി ഇവളുടെ കാര്യം നിയമം കോടതിയൊക്കെ തീരുമാനിക്കട്ടെ. ഇതിന്റെ പേരില് ഇവള് ജയിലിൽ പോയാലോ? എന്തിന്? ഇവളെ തൂക്കിക്കൊന്നാ പോലും
ദേവനാരായണൻ തിരുമേനിയോ അയാളുടെ കുടുംബോ ഇവിടെ തേടി വരില്ല. ചത്തുപോയി. എന്നെ സംബന്ധിച്ചിടത്തോളം നീ മരിച്ചു. വായശോദെ, എന്തിനാ നമ്മളിവിടെ നിൽക്കുന്നത്? അച്ഛനമ്മമാരുടെ വാത്സല്യം കൊണ്ട് നിന്റെ കള്ളം മറയ്ക്കാനായില്ലല്ലടി. എന്തായാലും നീ ഇരുന്ന് എന്നോട് പകരം വീട്ടാനുള്ള കാര്യങ്ങൾ ആലോചിക്ക്. ഒരുപാട് സമയമുണ്ട്. ഇനി നിന്നെ രക്ഷിക്കാൻ ഒരാളും വരില്ല. ഒറ്റ ഒരുത്തനും ഇവിടെ വരില്ല. നിക്കടി. എന്താടി, ഇവിടെ എല്ലാവരും ചത്തോന്നറിയാൻ വന്നതാണോ നീ? നീ ആ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോ എല്ലാവരും നിന്നോട് കാല് പിടിച്ച് പറഞ്ഞതല്ലേ അങ്ങനെ ഒരു കാര്യം ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന്? എന്നിട്ടിപ്പൊ നീ എന്ത് നേടി? മുത്തശ്ശി, പ്രിയങ്കയുടെ വിവാഹം കഴിഞ്ഞ അന്ന് മുതല് അവളുടെ ജീവിതം ഇല്ലാതാക്കാനായിരുന്നു നിന്റെ ശ്രമം. ഇപ്പൊ നിനക്ക് അവസരം ഒത്തു കിട്ടി. അവളിപ്പോ ലോക്കപ്പിലാണല്ലോ. ഇനി ഒരു കടുത്ത ശിക്ഷ കൂടി കിട്ടിയ വരുണിനെ നിനക്ക് സ്വന്തമാക്കാം. കണിമംഗലത്തെ മരുമകളെന്ന പദവിയും സ്വന്തമാക്കാം. മുത്തശ്ശി, എനിക്ക് എന്റെ അച്ഛനെ കാണണം. നിക്കടി. ആരുടെ അച്ഛൻ?